അഡോബ് ഫോട്ടോഷോപ്പിൽ ടെക്സ്റ്റിനെ ബ്ലർ വിത്ത് നോയ്സ് എഫക്റ്റ് എങ്ങനെ കൊടുക്കാൻ നോക്കാം. കമോൺ. എമ്മിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ബ്ലെൻഡിങ് മോഡിൽ വന്നിട്ട് ഡിസോൾവ് കൊടുത്തതിന് ശേഷം ഫിൽറ്ററിൽ വന്ന് ബ്ലർ ഗാലറിയിൽ വന്ന് പാത്ത് ബ്ലർ കൊടുത്ത് അതിനെ കൺവേർട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി. ഓക്കെ, സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയതിന് ശേഷം ഈ സെൻറ്റേഡ് ബ്ലർ എന്നുള്ള ടിക്ക് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ ആരോ ഉണ്ടല്ലോ, നമുക്ക് ആരോ ജസ്റ്റ് ഒന്ന് ടോപ്പിലേക്ക് കൊണ്ടുപോകാം, ടോപ്പ് ഒരു കോർണറിലേക്ക് കൊണ്ടുപോകാം. ജസ്റ്റ് താഴത്തേക്ക് വലിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റൗണ്ട് സർക്കിൾ വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ നോയ്സിൻ്റെ ഏരിയ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്പ്രെഡിങ് കൂടുതൽ കണ്ട് അതേപോലെ തന്നെ ഈ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം ജസ്റ്റ് ഓക്കെ കൊടുക്കാം. ടെക്സ്റ്റിനെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ നോർമൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ അതിനെ ജസ്റ്റ് ഒന്ന് മാസ്ക് ചെയ്തതിന് ശേഷം ബ്രഷ് എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ എഫക്റ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവരാം. നമുക്ക് ആ ഫ്രണ്ടിലത്തെ ലെയർ ഒന്ന് മായ്ച്ചു കൊടുക്കാം ജസ്റ്റ്. സോ ഇതുപോലത്തെ യൂസ്ഫുൾ കണ്ടൻറ്റുമായി വീണ്ടും കാണാം.